പ്രിയങ്കയുടെ കന്നിപ്രസംഗം ചീറ്റിപ്പോയി എന്ന് വിമർശിക്കുന്ന ആളുകളാണ് ബി ജെ പിക്കാർ. കന്നിപ്രസംഗത്തിൽ അവർ സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു. പാർലമെന്റിലെത്തിയ ആദ്യത്തെ പ്രസംഗം, അതായത് ഭരണഘടനയുടെ 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടന്ന പൊതുചർച്ചയിലാണ് പ്രിയങ്ക ഇന്നലെ സംസാരിച്ചത്. ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ തച്ചുടയ്ക്കുകയാണെന്നും പറഞ്ഞു. എന്നിട്ട് യു പിയിൽ സംഭാലിൽ നടന്ന വെടിവെപ്പിനെ കുറിച്ച് സംസാരിച്ചു. അവിടെ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടു എന്ന് അവർ പറഞ്ഞു. സംഭാലിലെ സംഭവം നമുക്കറിയാം. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം തച്ച് തകർത്ത ശേഷം അതിന് മുകളിൽ മസ്ജിദ് പണിതു എന്നതാണ് ആരോപണം. അത് പഠിക്കാൻ പരിശോധിക്കാൻ സർവേക്ക് ചെയ്യുന്ന ആളുകൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് സർവേക്ക് ചെല്ലുകയും അവിടെ മുസ്ലിം സമുദായവുമായി സംഘർഷത്തിലേർപ്പെടുകയും പോലീസ് വെടിവെപ്പിൽ 4 പേർ മരിക്കുകയും ചെയ്തു. അതിൽ മരിച്ച ഒരു കുടുംബത്തിലെ കുട്ടികളും ഒരു സ്ത്രീയും തന്നെ വീട്ടിൽ കാണാൻ വന്നിരുന്നു എന്ന് പ്രിയങ്ക വളരെ വികാരാധീനമായി പറയുകയാണ്. അതിൽ ഒരു കുട്ടിയുടെ ആഗ്രഹം തനിക്ക് ഡോക്ടറാകണമെന്നാണ്, പഠിക്കാൻ മിടുക്കനാണ്. എൻ്റെ മകൻ്റെ അതേ പ്രായമേ ഉള്ളൂ ആ കുട്ടിക്കെന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ തയ്യൽ പണിക്കാരനായിരുന്നു, തുന്നൽക്കാരനായിരുന്നു. അയാളാണ് വെടിയേറ്റ് മരിച്ചത്. അപ്പോൾ ഇങ്ങനെ നിർധനരായ ആളുകളെ അവരെ അടിച്ചമർത്തുക, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുക, ഭരണഘടനയെ തള്ളിപ്പറയുക, ഇതൊക്കെ ബി ജെ പിയുടെ അജണ്ടയാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ നിർമ്മിക്കുന്ന നിയമങ്ങളൊക്കെ ചില വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഹിമാചൽ പ്രദേശിൽ പോലും ആപ്പിൾ കർഷകരൊക്കെ ദുരിതത്തിലാണ്. അപ്പോഴാണ് ഒരു ബി ജെ പി എം പി എണീറ്റ് പറഞ്ഞു, ഹിമാചൽ ഭരിക്കുന്നത് ബി ജെ പി അല്ല, അവിടെ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ പ്രിയങ്ക കൃത്യം തിരുത്തിയതല്ല, അവർ വ്യക്തമാക്കി, ഞാൻ പറയുന്നത് നിങ്ങളുടെ നയങ്ങളെക്കുറിച്ചാണ്. അവിടെ സംഭരണശാലകൾ നിർമ്മിക്കാൻ, അദാനിക്കാണ് സംഭരണശാലകൾ നിർമ്മിക്കാനുള്ള അനുമതി ബി ജെ പി സർക്കാർ കൊടുത്തത്. അതുകൊണ്ട് ആ സംഭരണശാലകൾ സാധാരണ കർഷകരെ തഴയുന്നു. കർഷകർ ആകെ വിളവെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണീരിലാണ്. ഇതാണ് പറഞ്ഞത്. അതിനെയാണ് ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. സെൽഫ് ഗോൾ അടിച്ചു, പ്രിയങ്ക കന്നിപ്രസംഗത്തിൽ ഇടറി വീണു, ബി ജെ പിക്കാർ പരിഹസിച്ചു എന്ന് പറയുന്നത്. അവർ പറഞ്ഞതൊക്കെ വാസ്തവങ്ങളല്ലേ? അവർ പറഞ്ഞതൊക്കെ അദാനിക്കെതിരെയും അംബാനിക്കെതിരെയുമുള്ള പോരാട്ടമായി കണ്ടുകൂടെ? അത് കാണില്ല. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് പരിഹാസ്യരായി അല്ലെങ്കിൽ സെൽഫ് ഗോൾ അടിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിച്ച് അവരെ നാറ്റിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അതിശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു. പ്രിയങ്കയുടെ ശബ്ദം ഇനിയും പാർലമെന്റിൽ കൊടുങ്കാറ്റായി തന്നെ മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. സെൽഫ് ഗോൾ അടിച്ചു എന്ന ആരോപണം തെറ്റാണ്. കൃത്യമായ മറുപടി തന്നെയാണ് പ്രിയങ്ക, അല്ലെങ്കിൽ പ്രസംഗം തന്നെയാണ് പ്രിയങ്ക നടത്തിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.